1960 മുതൽ ഇന്ത്യൻ GDP-യിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്ര ഏതാണ്ട് 52 കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ഏതാണ്ട് 12 വർഷം മാത്രമേ മഹാരാഷ്ട്രയുടെ ഭരണത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പുറത്തായിട്ടുള്ളൂ. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, 48 എണ്ണം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര, 19 എണ്ണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവഗണിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാം. പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് സങ്കടം വരുന്നത്. മഹാരാഷ്ട്രയിൽ അത്രയ്ക്കും ശക്തമായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഇന്നത്തെ അവസ്ഥ തന്നെ നോക്കൂ. ആകെയുള്ള 288 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞത് വെറും 15 ഇടത്ത് മാത്രം. ജാർഖണ്ഡിലാണെങ്കിൽ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിച്ചത്, അതുകൊണ്ട് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാലും ഇത്രയും ഗതികെട്ട പാർട്ടി വേറെയുണ്ടോ? യുവമാരുടെ കുഴപ്പം കൊണ്ടാണ് BJP ഇത്രയും വിജയിക്കുന്നത്. ഹരിയാനയും മഹാരാഷ്ട്രയും, എന്തിന് തൃശ്ശൂർ പോലും അതിനുദാഹരണമാണ്.